എങ്ങനെ ഞാൻ വർണ്ണിക്കാതിരിക്കും, നൃത്തം ചെയ്യാതെ ഞാൻ എങ്ങനെ നിൽക്കും, എങ്ങനെ ഞാൻ വർണ്ണിക്കാതിരിക്കും, നൃത്തം ചെയ്യാതെ ഞാൻ എങ്ങനെ നിൽക്കും. എഴയാമെന്നെ ഒഴിയിൽ താങ്ങുവാൻ യാഹല്ലാതാരുമേ ഇല്ല ഇല്ല. എഴയാമെന്നെ ഒഴിയിൽ താങ്ങുവാൻ യാഹല്ലാതാരുമേ ഇല്ല ഇല്ല. എഴയാമെന്നെ ഒഴിയിൽ താങ്ങുവാൻ യാഹല്ലാതാരുമേ ഇല്ല ഇല്ല. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല വിശുദ്ധ പകൽക്കാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ വാത്സല്യ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കർത്താവിൽ ബഹുമാന്യരായ ദൈവദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ, ഏവർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവത്തെ വീണ്ടും ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു സാവകാശമായ സന്ദർഭം കൂടെ ദാനം നൽകിയ കർത്താവിന്റെ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ചയുടെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം സാവകാശങ്ങൾ നൽകി. എത്രയോ നന്മകളും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ കർത്താവ് നമ്മെ ഈ ഭൂമിയിൽ ഓരോ ദിവസങ്ങളും ഓരോ ആഴ്ചകളും ദൈവം നമ്മെ നടത്തുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ജീവിക്കാൻ മനുഷ്യൻ ബന്ധപ്പെടുന്ന ഒരു ലോകത്തിൽ, ശ്വസിക്കുവാൻ മനുഷ്യൻ ബന്ധപ്പെടുന്ന ഒരു ലോകത്തിൽ, ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ കഠിനാധ്വാനം ചെയ്യുന്ന ഈ ലോകത്തിൽ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം തന്ന് ഒന്നിലും കുറഞ്ഞു പോകാൻ ഇടവരാതെ നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ആരോഗ്യത്തോടെ പരിപാലിച്ച ദൈവത്തിന്റെ വിശ്വസ്തകളെ ഓർത്ത് ഈ രാവിലെ നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിച്ച് നമുക്ക് ദൈവപാലപിടത്തിലായിരിക്കാം. ആരോഗ്യത്തോടെ ദൈവസന്നിധി കടന്നു വരാൻ ദൈവം കൃപ ചെയ്തു. കർത്താവിനെ ഒരു അല്പസമയം ആ ആരോഗ്യം തന്ന ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അനേകർക്ക് ഇപ്രകാരമുള്ള അവസരങ്ങൾ ലഭിക്കാതിരിക്കുമ്പോൾ, ശ്വാസമെടുത്ത് ദൈവത്തെ ഒന്ന് ആരാധിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, അവരുടെ ശബ്ദമൊന്ന് എടുക്കുവാൻ വേണ്ടതുപോലെ കഴിയാതിരിക്കുമ്പോൾ, ദൈവമക്കളെ, ദൈവം നമുക്ക് തന്ന ആ നല്ല ആരോഗ്യത്തെ ഓർത്ത്, നല്ല ബലത്തെ ഓർത്ത്, നമ്മുടെ ശരീരത്തിനും നമ്മുടേതായ കൈകാലുകൾക്കും ദൈവം നൽകിയ ആ വലിയ ബലത്തെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. നാം നിലനിൽക്കുന്നത് നമ്മുടെ മഹത്വം കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. അത് അറിഞ്ഞ് ദൈവത്തെ സ്തുതിപ്പാൻ പിന്നെ കർത്താവ് സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവം നമ്മെ പരിപാലിച്ചു. അല്ലെങ്കിൽ ഒത്തിരി നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ പല നിലകളിലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ കർത്താവ് നൽകി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മോട് കാണിക്കുന്ന ദയയും വിശ്വസ്തതയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു എന്ന് ഒരിക്കൽ കൂടെ പറയാൻ ദൈവം നമ്മെ സഹായിക്കുന്നല്ലോ. അല്ലെ, നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ദൈവം പരിപാലിച്ചു. ദേശത്തും വിദേശത്തുമായി നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ അല്ലെ കർത്താവ് പരിപാലിച്ചു കൊണ്ടിരുന്നു. ഹല്ലേലൂയ. നാട്ടിലേക്കുള്ള യാത്രയിൽ, വിദേശത്തേക്കുള്ള യാത്രകളിലൊക്കെ പ്രിയപ്പെട്ടവരെ സഹായിച്ച് ദൈവം അവരോട് കൂടെ ഇരിക്കുന്നു. അതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ പകലുമുള്ള ആരാധനയിൽ നാം സംബന്ധിക്കുന്ന നമ്മുടെ എല്ലാം ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ ദൈവം എന്നെ ഏൽപ്പിച്ചതായ ചിന്തകളുടെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിച്ച് ദൈവസന്നിധിയിൽ വേഗത്തിൽ വാക്കുകളെ ചുരുക്കുവാൻ കർത്താവിൽ ബന്ധപ്പെടുന്നു. 49 സങ്കീർത്തനമാണല്ലോ നമുക്ക് വായിപ്പാനിടയായത്. ഹല്ലേലൂയ. ഈ 49 സങ്കീർത്തനത്തിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് മനുഷ്യന്റെ വീണ്ടെടുപ്പ് എന്നുള്ളതാണ്. മനുഷ്യന്റെ വീണ്ടെടുപ്പാണ്. അതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട വിഷയം. അതെങ്ങനെ സാധിക്കുന്നു? ആരാൽ സാധിക്കുന്നു? മനുഷ്യനത് സാധിക്കുമോ? എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇങ്ങനെയുള്ളതായ ആ അനുഭവങ്ങളാണ് ഇതിനകത്ത് കാണുവാൻ കഴിയുന്നത്. അതിന്റെ 1 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾ വിലയേറിയ വീണ്ടെടുപ്പ് എപ്രകാരമെന്ന് പറയുമ്പോൾ, തുടർന്ന് 10 മുതൽ അതിന്റെ അവസാനത്തെ വാക്യം വരെയും ഹല്ലേലൂയ മനുഷ്യന് വീണ്ടെടുപ്പാൻ കഴിയാത്തതിന്റെ നിസ്സഹായമായ അവസ്ഥ, ബലഹീനമായ അവസ്ഥയെക്കുറിച്ച് തുടർന്നുള്ളതായ 10 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായി കഴിയും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ വീണ്ടെടുപ്പിനെ കുറിച്ച് സംസാരിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട്. എങ്കിൽ തന്നെ
തന്നെയും ദൈവം എന്നെ മറ്റൊരു വേദഭാഗം എന്നെ ചിന്തിപ്പിച്ചതുകൊണ്ട് അതിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നു. 49-ാം സങ്കീർത്തനം അതിന്റെ 2-ാമത്തെ വാക്യം ഈ പകൽക്കാലത്തെ ചിന്തയ്ക്ക് ആസ്പദമായി നമുക്ക് വായിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതിന്റെ ആരംഭ ഭാഗത്ത് നാം ഇങ്ങനെ ശ്രദ്ധിക്കുന്നു: സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവം ഈ ഭൂമിയിലുള്ളതായ സകല മാനവ കുലത്തെയും അവരുടെ ശ്രദ്ധയെ, അവരുടെ കേൾവിയെ ആകർഷിച്ചുകൊണ്ട് അവരോട് പറയുന്ന ഭാഗമാണ് വീണ്ടെടുപ്പിനെ കുറിച്ചുള്ളതായ തുടർന്നുള്ള പ്രതിപാദ്യ വിഷയം. എന്നാൽ നമ്മൾ വായിച്ച വാക്യത്തിൽ മനുഷ്യകുലത്തെ പ്രധാനമായും 2 നിലകളിൽ, അല്ലെങ്കിൽ ഒന്നുകൂടെ ലളിതമായി പറഞ്ഞാൽ 4 നിലകളിൽ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സാമാന്യ ജനവും, ശ്രേഷ്ഠ ജനവും, ധനവാന്മാരും, ദരിദ്രന്മാരും തന്നെ. ദൈവത്തിന് സ്തോത്രം. ഇവരെ കുറിച്ചുള്ളതായ ദൈവവചനത്തിന്റെ പരാമർശം എങ്ങനെയാണ്? ഇവരോടുള്ള മനുഷ്യന്റെ സമീപനം എങ്ങനെയാണ്? ഇവരോടുള്ള ദൈവത്തിന്റെ സമീപനം എങ്ങനെയാണ്? ഇത്യാദി കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഓർപ്പിച്ച് ദൈവസന്നിധിപ്പാൻ ആഗ്രഹിക്കുന്നു. ചില വാക്യങ്ങൾ പതിവിൽ കൂടുതൽ വായിക്കുവാനുള്ളത് കൊണ്ട് വേഗത്തിൽ പറയുന്ന വേദഭാഗങ്ങൾ വായിച്ച് സഹായിച്ച് ശുശ്രൂഷയിൽ സഹകരിപ്പാൻ ദൈവമക്കളെ ഓർപ്പിക്കുന്നു. അവിടെ നമ്മൾ 4 വിഭാഗത്തിലുള്ള ആളുകളെയാ കാണുന്നത്: സാമാന്യ ജനവും, ശ്രേഷ്ഠ ജനവും. ദൈവത്തിന് സ്തോത്രം. ഈ സാമാന്യ ജനമെന്ന് പറഞ്ഞാൽ ആരാ? ശ്രേഷ്ഠ ജനമെന്ന് പറഞ്ഞാൽ ആരാ? അവരുടെ അവസ്ഥ എന്താ എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 62-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകാം. അതിന്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവരുടെ ക്ഷണികമായ അവസ്ഥയെക്കുറിച്ച് അല്ലെ കാണുവാൻ കഴിയുന്നു. വായിച്ചാട്ടെ. സാമാന്യ ജനം ഒരു ശ്വാസവും, ശ്രേഷ്ഠ ജനം പോഷ്കുമാകും. ദൈവത്തിന് സ്തോത്രം. ഈ സാമാന്യ ജനം, ഹല്ലേലൂയ, ഒരു സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ. അതിന്റെ വിശദാംശത്തിലേക്ക് വരുമ്പോൾ അതാരാണെന്ന് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാനായി കഴിയും. ഇന്ന് ലോകത്തിൽ നാം നോക്കുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞാൽ ഓർഡിനറി ആയിട്ടുള്ള ആളുകൾ, സാധാരണക്കാരായ ആളുകൾ. ദൈവത്തിന് സ്തോത്രം. വലിയ വിദ്യാഭ്യാസമില്ലാത്ത, ഒരു പക്ഷെങ്കിൽ വലിയ ധനത്തിന്റെ മാഹാത്മ്യം പറയാനില്ലാത്തതായ, ആരും അധികം ശ്രദ്ധിക്കപ്പെടാത്ത ആളുകൾ, ശ്രദ്ധിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ, ഒന്നുകൂടെ ഇറങ്ങിപ്പറഞ്ഞാൽ അധികമാരും മൈൻഡ് ചെയ്യാത്ത ആളുകൾ എന്ന് വേണമെങ്കിൽ ഈ സാമാന്യ ജനത്തിന് വേണമെങ്കിൽ ഒരു അർത്ഥം കൊടുക്കാം. എന്നാൽ ഈ സാമാന്യ ജനവും ഈ ശ്രേഷ്ഠ ജനവും അവരുടെ നിലനിൽപ്പിനെ കുറിച്ചാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അവരുടെ അവസ്ഥകൾ ക്ഷണികമായ അവസ്ഥകളാണ്, അല്ലെ? അവരൊരു ശ്വാസമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ എത്ര വലിപ്പം ഭാവിപ്പാൻ ആഗ്രഹിച്ചാലും, അല്ലെ, നാം ആരുമില്ലെന്നുള്ളത് ദൈവവചനം 139-139 സങ്കീർത്തനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു, നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു. അത് സാമാന്യ ജനമാണെങ്കിലും അത് ശ്രേഷ്ഠ ജനമാണെങ്കിലും അത് അങ്ങനെ തന്നെ. ദൈവത്തിന് സ്തോത്രം. ഒരു ക്ഷണികമായ അവസ്ഥയ്ക്ക് ഉടമയാണ് ഇവർ എന്നുള്ളത് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. വീണ്ടും അവരുടെ ക്ഷണികാവസ്ഥയെക്കുറിച്ച് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്ന ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 1-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ മനുഷ്യനെ, ഈ കൂട്ടം ആളുകളെ പുല്ലിനോടും പൂവിനോടും താരതമ്യപ്പെടുത്തി തുലനം ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. അത് നമുക്കൊന്ന് വായിക്കാം. ധനവാൻ പുല്ലിന്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകൊണ്ട് തന്റെ എളിമയിലും പ്രശംസിക്കട്ടെ. അടുത്ത വാക്യം. അപ്പോ അവിടെ ധനവാനെയും ദരിദ്രനെയും, അല്ലെങ്കിൽ ഈ സാമാന്യ ജനത്തെയും ഈ ശ്രേഷ്ഠ ജനത്തെയും അവയുടെ ക്ഷണികാവസ്ഥയെക്കുറിച്ച് ഒന്നുകൂടെ പറയുകയാണ്. അത് പുല്ലിന് തുല്യമാണ്, അത് പൂവിന് തുല്യമാണ്. അങ്ങനെയെങ്കിൽ അതിന്റെ ക്ഷണികാവസ്ഥ 3 പദപ്രയോഗങ്ങളാണ് ഞാൻ ഓർപ്പിച്ചത്. ഒന്ന്, ശ്വാസത്തിന് തുല്യമാണ്. മനുഷ്യനെ കുറിച്ച് പറയുന്നത് മനുഷ്യന്റെ ആയുസ് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ശ്വാസത്തിന് തുല്യമാണ്, പുല്ലിന് തുല്യമാണ്, വാടിപ്പോകുന്ന
പൂവിന് മനുഷ്യൻ തുല്യനാണ്. ഈ മനുഷ്യനാണ് പലപ്പോഴും ദൈവത്തിനു വിരോധമായി എഴുന്നേൽക്കുന്നത്, ദൈവത്തിനു വിരോധമായി സംസാരിക്കുന്നത്. ദൈവത്തിന്റെ അധികാര പരിധിക്കുള്ളിൽ നിലനിൽക്കുന്ന മനുഷ്യൻ, നിലനിൽക്കേണ്ട മനുഷ്യൻ ആ ദൈവത്തെക്കാൾ അപ്പുറമായി എന്തെങ്കിലും നേടാനുള്ള വ്യാമോഹത്തോടെ കുതിച്ചു കയറുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. എന്നാൽ ദൈവവചനം പറയുന്നു, നക്ഷത്രങ്ങളുടെ ഇടയിലും നീ കൂടുകെട്ടും, അവിടെയും നീ ചെല്ലും, പക്ഷേ അവിടെ നിന്നു ഞാൻ നിന്നെ ഇറക്കും. ദൈവത്തിന് സ്തോത്രം. ആധുനിക ലോകത്തിന്റെ കണ്ടുപിടുത്തങ്ങളുടെ ആ പുരോഗതി നാം ശ്രദ്ധിച്ചാൽ ഇന്നും മനുഷ്യൻ വിദേശമായിട്ടുള്ളതായ അല്ലെങ്കിൽ അന്യഗ്രഹങ്ങളിൽ വാസം ചെയ്ത് അവിടെ നിലനിൽക്കാനുള്ള സംവിധാനങ്ങൾ എങ്ങനെ സാധ്യമാകുമെന്ന് മനുഷ്യൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. കോടിക്കണക്കിന് രൂപ അതിനുവേണ്ടി ഇതിനോടകം മനുഷ്യൻ ചെലവഴിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ പ്രവചനത്തിന്റെ വാക്യത്തിന് മാറ്റം വരുത്താൻ ആർക്കും കഴിയുകയില്ല. ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത് പോലെ അവിടെ നിലനിൽക്കാൻ കഴിയത്തില്ല. കാരണം വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു, ഭൂമിയെ മനുഷ്യന് പാർപ്പിന് വേണ്ടി നൽകിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതര ഗോളങ്ങളെയോ ഇതര ഗ്രഹങ്ങളെയോ ഒക്കെ ദൈവമാണ് സൃഷ്ടിച്ചതെങ്കിലും അവിടൊക്കെ പോകാനും കാണാനും ചില മണിക്കൂറുകളോ ചില ദിവസങ്ങളോ ഒരുപക്ഷെ ചില ആഴ്ചകളോ മനുഷ്യൻ അവിടെ നിലനിൽക്കാൻ കഴിയുമെങ്കിലും ഹല്ലേലൂയ ശാശ്വതമായി അവിടെ നിലനിൽക്കാൻ അവിടെ ഒരവകാശം ദൈവം കൊടുക്കയില്ല. അത് മനുഷ്യന്റെ ക്ഷണികാവസ്ഥയാ കാണിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോളം ഉയരാൻ കഴിയുമെങ്കിലും ദൈവത്തോളം വരാൻ കഴിയുമെങ്കിലും ഹല്ലേലൂയ ദൈവം വച്ചിരിക്കുന്ന അധികാര പരിധിയെ ലംഘിക്കാൻ ഒരു പ്രകൃതി നിയമത്തിനെയും ദൈവം എന്ത് ചെയ്തിട്ടില്ല, അനുവദിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യന്റെ ശക്തി കൊണ്ട് പിടിച്ച് നിർത്തുവാൻ കഴിയാത്ത വളരെയധികം പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒന്നാണല്ലോ തിരമാല. നമുക്കറിയാം, സയൻസ് പഠിച്ചിട്ടുള്ളവർക്കറിയാം, ഈ ഭൂമിയിലെ 2/3 ഭാഗവും ഒരുപക്ഷെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന, വെള്ളത്തിന്റെ പിടിയിൽ അമങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. എന്നാൽ ഈ കോളിളക്കം സൃഷ്ടിക്കുന്ന സമുദ്രങ്ങൾ അല്ലെ ഭൂമിയെയും ഭൂമിയുടേതായ ഭൂമണ്ഡലത്തെയും ഒക്കെ കാർന്നു തിന്നുകൊണ്ടിരിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, ഇതാ ഇവിടെ വരെ നിനക്ക് വരാം, ഇവിടെ എത്തുമ്പോൾ നിന്റെ ഗർവം അടങ്ങുമെന്ന് പറഞ്ഞ് മണൽത്തരി കൊണ്ട് സമുദ്രത്തിന് അതിരിട്ടവനാ ദൈവമെങ്കിൽ ഇന്നും ആ നിയമം തെറ്റിപ്പാനായിട്ട് ദൈവത്തിന്റെ സൃഷ്ടിക്ക് കഴിയത്തില്ലെങ്കിൽ കരം കൊണ്ട് സൃഷ്ടിച്ച ദൈവത്തിനും ദൈവം മനുഷ്യനൊരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്, ഒരു അധികാരം വെച്ചിട്ടുണ്ട്, ഒരു അധികാര പരിധി വെച്ചിട്ടുണ്ട്. ദൈവം നിയമിച്ച നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തേക്ക് കഴിയാൻ മനുഷ്യന് കഴിയുകയില്ല. അവൻ ശ്വാസമാണ്, അവൻ പുല്ലിന് തുല്യമാണ്, അവൻ പൂവിന് തുല്യമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ നിലകളിൽ ജീവിക്കേണ്ട മനുഷ്യൻ, ഈ നിലകളിൽ ജീവിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യനോടുള്ള സമൂഹത്തിന്റെ നിലപാട്, ഒന്നുകൂടെ പറഞ്ഞാൽ ആത്മീകരുടെ ഇടയിലുള്ള നിലപാട് എന്താണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഈ സാമാന്യ ജനത്തോട്, ഈ ശ്രേഷ്ഠ ജനത്തോട്, ധനവാന്മാരോട്, ദരിദ്രന്മാരോട് ഇന്നത്തെ ലോകം, ഇന്നത്തെ ആത്മീക ഗോളം എങ്ങനെയാ സമീപിക്കുന്നത്? അവരോടുള്ള മനുഷ്യന്റെ ഇടപാടെന്താ, ദൈവത്തിന്റെ ഇടപാടെന്താ? നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകാം. അല്ലെങ്കിൽ നിർത്തി വായിക്കണം. 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ ആരംഭത്തിൽ ദൈവം പറയുന്നുണ്ട്, ഹല്ലേലൂയ, ഒരു കൽപ്പനയ, ഒരു ശാസനയ, ഒരു മുന്നറിയിപ്പ്, ഒരു ഗുണദോഷമാണ് അവിടെ കാണുന്നത്. 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. തുടർന്ന് അതിന്റെ 2 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇന്ന് സമൂഹം മനുഷ്യനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, മനുഷ്യനെ എങ്ങനെയാണ് മനുഷ്യൻ ആദരിക്കുന്നത് എന്നുള്ളതിന്റെ വ്യത്യാസങ്ങൾ അവിടെ കാണാനായിട്ട് കഴിയുന്നു. 1 മുതൽ 1 വായിച്ചാൽ. ശ്രദ്ധിക്കണമേ, അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു. ആ വാക്യം ഒന്നുകൂടെ അതിന്റെ ആരംഭം വായിച്ചേ. സഹോദരന്മാരെ, തേജസ്സുള്ളവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കും. അത് എന്തിനോടുള്ള ബന്ധത്തിലാണെന്ന തുടർന്നുള്ള ഭാഗം അവിടെ വായിക്കുന്നു. വലിയ മുന്നറിയിപ്പായിട്ട്, വലിയ ഒരു ആജ്ഞയായി, ദൈവത്തിന്റെ വലിയ ഒരു കർക്കശമുള്ള ഒരു നിയമമായി ദൈവം ഓർപ്പിക്കുക. നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. ആരോട്, എങ്ങനെ എന്നുള്ളത് അടുത്ത ഭാഗം വായിക്കാം. നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള ഒരു വസ്ത്രം ധരിച്ച്
ആ ആ ആ അപ്പൊ അവിടെ നോക്കണം, സാമാന്യജനവും ശ്രേഷ്ഠജനവും തമ്മിലുള്ള വ്യത്യാസം. അല്ലെ, ആളുകൾ അവരെ ഏത് നിലയിൽ കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരനുഭവം. ദൈവത്തിന് സ്തോത്രം. ഇത് പറയുമ്പോൾ തന്നെ അല്ലെ ദൈവമക്കളെ, ദൈവത്തിന്റെ സന്നിധിയിൽ 15-ാം സങ്കീർത്തനം നാം ഇങ്ങനെ വായിക്കുന്നു: വഷളനെ നിന്ദനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ. ഈ ഓർമ്മയോടുകൂടെ ആ വേദഭാഗം നമുക്ക് വായിക്കാം. അവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: മോടിയുള്ള വസ്ത്രം ധരിച്ച് മോതിരമിട്ടുകൊണ്ട് ഒരാൾ നിങ്ങളുടെ പള്ളിയിൽ വന്നാൽ ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേനെ ഇരുന്നാലും എന്ന് പറഞ്ഞ്, ഇന്നത്തെ നമ്മുടെ നിലവാരത്തിലൊക്കെ പറഞ്ഞാൽ, നമ്മുടേതെന്ന് പറയുമ്പോൾ ഇന്നത്തെ ആത്മീയ കോളത്തിന്റെ നിലവാരത്തിൽ കൈ പിടിച്ചോണ്ട് വന്ന് കസേര നീക്കിയിട്ട് അതേലോട്ട് ഇരിക്കാൻ വയ്യാഞ്ഞിട്ടല്ല, പിടിച്ചിരുത്തും. ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. പല മനുഷ്യരും അത് ആഗ്രഹിക്കുന്നു. പല മനുഷ്യരും അംഗീകാരം നല്ലതാ, അംഗീകാരം ആഗ്രഹിക്കുന്നത് നല്ലതാ, ആദരിക്കേണ്ടതും നല്ലതാ. പക്ഷേ വേദപുസ്തകത്തിന്റെ വ്യവസ്ഥ വിട്ടുള്ള ഒരു ഇടപാടിലേക്ക് നാം നീങ്ങാതിരിക്കുന്നതാ ബുദ്ധി. ദൈവത്തിന്റെ വചനം പറയുന്നു, മുഖപക്ഷം എന്ത് ചെയ്യരുത്, കാണിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, ഈ സാമാന്യ ജനത്തെയും ഈ ശ്രേഷ്ഠ ജനത്തെയും ഈ ധനവാനെയും ദരിദ്രനെയും രക്ഷിപ്പാൻ യേശു മരിച്ചത് ഒരിക്കലായിട്ട്, മരിച്ചത് ഒരു യേശുവാണ്, വീണ്ടെടുത്തത് ഒരു രക്തമാണ്, അതിന് ഒരേ നിറമാണുള്ളത്. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുവാൻ കാൽവറിയിൽ ചൊരിഞ്ഞത് യേശുക്രിസ്തുവിന്റെ ചങ്കിലെ ആ ചുടുനീണമാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ദൈവ പൈതലേ, ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ അതിന് വിരോധമായിട്ടുള്ള ചിന്ത ഉയരുന്നെങ്കിൽ, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ആ ഉയർച്ചയെ പിടിച്ചടക്കണം. ഹല്ലേലൂയ. അത് നമ്മുടെ മനസ്സിൽ ഉയരുമ്പോ, അത് നമ്മുടെ മനസ്സിൽ ഹല്ലേലൂയ പൊങ്ങി വരുമ്പോ അതിന്റെ മേലൊരു ജയമെടുക്കാനിടയായിത്തീരണം. ഹല്ലേലൂയ. ഞാൻ ഈ പ്രസംഗം തയ്യാറാക്കിയപ്പോ എനിക്കറിയാം, അല്ലെ പതിവിന് വിരുദ്ധമായിട്ടുള്ള ഒരു പക്ഷേ വികാരങ്ങളായിരിക്കും ദൈവമക്കളിൽ നിന്നുണ്ടാകുന്നത്. എങ്കിലും ദൈവനെ ഏൽപ്പിച്ച ആലോചന എന്നുള്ള തികഞ്ഞ വിശ്വാസത്തോടെയാണ് ഞാൻ ഇന്ന് പകൽ ഇത് വിളിച്ചു പറയുന്നത്. അപ്പോൾ ആ ആരാധനയിൽ സംബന്ധിക്കുന്ന, പള്ളിയിൽ വരുന്ന ഒരു വ്യക്തിയോട്, ഒരു വിഭാഗത്തിലുള്ള ആളുകളോട് ഒരു പക്ഷേ ഒരു എബവ് ആവറേജ് എന്നൊക്കെ പറയുന്ന ഉന്നതമായ ഒരു നിലവാരത്തിലുള്ള ഒരു വ്യക്തിയോടുള്ള സമീപനം ഇതാ. ആ വ്യക്തി വന്നപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഇവിടെ സുഖേന ഇരുന്നാലും എന്ന് പറഞ്ഞ് ട്രീറ്റ് ചെയ്തപ്പോൾ അടുത്ത വാക്യം വായിച്ചേ: എന്നാൽ ദരിദ്രനോട് ദാ കസേര അവിടെ ഉണ്ട്, അതാ പുറകിലോട്ടിരുന്നാട്ട്. ഹല്ലേലൂയ. ലോകം ഈ നിലകളിലാ പരിഗണിക്കുന്നേ. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ ഒത്തിരി വേദനയുള്ള ചില ദുഃഖസംഗതികൾ ആത്മീയരുടെ ഇടയിൽ കാണുന്നത് പറയാതിരിക്കാൻ തരമില്ല. വിശുദ്ധയാരാധനകളിലൊക്കെ കഴിഞ്ഞ് പോകുന്ന അവസരത്തിൽ ഹല്ലേലൂയ, നാം നമ്മോട് തന്നെ ചോദിച്ചാൽ മതി, ഞാൻ ഈ കേൾക്കുന്നത് എന്റെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കുന്നു? ഹല്ലേലൂയ. ആവോളം എല്ലാ ദൈവമക്കൾക്കും കരം കൊടുത്ത് എന്തുകൊണ്ട് സന്തോഷം, വിശേഷമൊക്കെ തിരക്കി നമ്മൾ പോകുമ്പോൾ ചിലരെ കാണുമ്പോൾ ഇങ്ങനെ കാണിക്കും എന്ന് പറഞ്ഞാൽ, ഞാൻ അങ്ങോട്ടും വരുന്നില്ല, നീ ഇങ്ങോട്ടും വരണ്ട. ഹല്ലേലൂയ. എവിടെയാ നമുക്ക് പറ്റിയ തകരാറ്? ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ നമ്മുടെ ഈ ചെറിയ കൂട്ടത്തെ ഉദ്ദേശിച്ചു മാത്രമല്ല, ഇന്ന് ആത്മീകരുടെ ഇടയിൽ കാണുന്ന വലിയ ഒരു പ്രവണതയാ. ദൈവത്തിന് സ്തോത്രം. എവിടൊക്കെയോ ചില വേലിക്കല്ലുകളും ചില മതിൽക്കെട്ടുകളും അതിർവരമ്പുകളും ഒക്കെ നമ്മളായി കൽപ്പിച്ചിങ്ങനെ ഉണ്ടാക്കിയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇതിങ്ങനെ പറ്റുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഒപ്പത്തിനൊപ്പമുള്ളവരോട് മാത്രം സഹകരിക്കുന്ന ഒരു നിലവാരം. അങ്ങനെ ആയിപ്പോകരുത് പ്രിയരെ. നമ്മെ വീണ്ടത് ഒരേശുവാണ്. നമ്മെ വീണ്ടെടുത്തത് ഒരു രക്തമാണ്. പത്രോസിന്റെ ലേഖനം പറയുന്നത് പോലെ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരാളെ ഒരു രീതിയിൽ ട്രീറ്റ് ചെയ്ത് മറ്റൊരാളെ മറ്റൊരു രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ഒരു അനുഭവം. ചില വർഷങ്ങൾക്ക് മുമ്പ് അല്പം ഭാരം തോന്നിയ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഞാനൊരു സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ
ആ സഭയിലെ ഒരു പിതാവിന്റെ അടുക്കൽ കടന്നു വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്റെ മകൻ ഈ ആഴ്ച ആരാധനയ്ക്ക് വരും. ഞാൻ പറഞ്ഞു, അപ്പച്ചാ നമ്മൾ പ്രാർത്ഥിച്ചല്ലോ, സന്തോഷം. പക്ഷെ ഒരു കാര്യം പാസ്റ്റർ ചെയ്യണം. അവൻ ആരാധന 9:30 തുടങ്ങിയ 10 മണിക്ക് വരികയുള്ളൂ. അവൻ ആ ഫ്രണ്ടിലത്തെ കതവിന്റെ അവിടെ വരുമ്പോൾ പാസ്റ്റർ ഇവിടുന്ന് എഴുന്നേറ്റ് ചെന്ന് അവനെ കൈ കൊടുത്ത് സ്വീകരിച്ചു വരണം. ഒരു നിമിഷം ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞു, ഒരു ദൈവദാസനെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു. ഇനി എന്നെ പോലുള്ളൊരു പാസ്റ്റർ ആണെങ്കിൽ അത് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ട് എനിക്കുണ്ട്. പക്ഷെ എനിക്ക് മുകളിൽ ദൈവമാക്കിയിരിക്കുന്ന ഒരു അഭിഷക്തനാണെങ്കിൽ അദ്ദേഹത്തെ മാനിച്ച് സ്വീകരിച്ചു കൊണ്ടുവരേണ്ട കടമ എനിക്കുണ്ട്. എന്നാൽ ഒരു കേവല വിശ്വാസിയെ ആ നിലയിൽ സ്വീകരിച്ചാനയിക്കേണ്ട ഒരാവശ്യം എനിക്കില്ല. അടുത്ത വാക്ക്, ഇന്നലകളിൽ വരെ ഇവിടെ ഇരുന്ന ദൈവദാസന്മാർക്ക് ചെയ്യാമായിരുന്നെങ്കിൽ അവരെക്കാളിലൊക്കെ പ്രായം കുറഞ്ഞ പാസ്റ്റർക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? ഞാൻ പറഞ്ഞ, അപ്പച്ചാ പിണങ്ങിയാലും കുഴപ്പമില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, ഒരുപക്ഷെ ഒരു വിദേശ രാജ്യത്തായിരുന്നതുകൊണ്ടോ ഒരു ദേശം മുഴുവനും വാങ്ങിക്കാനുള്ള കാശുണ്ടായതുകൊണ്ടോ, ഹല്ലേലൂയ, മനുഷ്യൻ ആഗ്രഹിച്ചു കൊതിച്ചു പോകുന്ന ഒരു ചിന്ത, അങ്ങാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും എന്നുള്ള നിലകളിലേക്ക് ഞാൻ ഉയർത്തപ്പെടണം, അതിന് ശുപാർശ ചെയ്യുന്ന ആളുകൾ, ദൈവത്തിന് സ്തോത്രം. മാനിക്കേണ്ടതിനെ മാനിക്കണം, ആദരിക്കേണ്ടതിനെ ആദരിക്കണം. ഹല്ലേലൂയ. അതിനപ്പുറത്തൊരു നിലവിലേക്ക്, ഒരു നിലവാരത്തിലേക്ക് ഹല്ലേലൂയ പോകുവാൻ ഒരിക്കലും പാടില്ല. കൃപയാൽ എൻ്റെ ആത്മീക ജീവിതത്തിൽ, കഴിഞ്ഞകാല ക്രിസ്തീയ ജീവിതത്തിൽ 10-25 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ ഞാൻ പുലർത്തിക്കൊണ്ടുപോകുന്ന, സൂക്ഷിച്ചുകൊണ്ടുപോകുന്ന ചില യാഥാർത്ഥ്യങ്ങളും ചില മൂല്യങ്ങളുമുണ്ട്. അതിനൊരിക്കലും വിഘ്നം ഉണ്ടാകരുതെന്ന എൻ്റെ മനസ്സിലെ ആഗ്രഹം. എനിക്ക് ശ്വാസമുള്ളിടത്തോളം, ഈ കൃപയിൽ നിൽക്കുന്നിടത്തോളം കാലം. അതുകൊണ്ട് ഒത്തിരി തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി വേദനകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ദണ്ഡനങ്ങൾ അത് നിമിത്തം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും കർത്താവിന്റെ നാമത്തിനു വേണ്ടി നിൽക്കുന്നത് കൊണ്ടായതുകൊണ്ട് ദൈവം അതൊക്കെ മാനിപ്പാൻ, സഹായിപ്പാൻ വിശ്വസ്തനെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞത്, മോടിയുള്ള മനുഷ്യൻ, അല്ലെ മോടിയുള്ള വസ്ത്രം ധരിച്ച് കടന്നു വന്ന മനുഷ്യനെ സന്തോഷത്തോടെ ഹാർദവുമായി സ്വീകരിച്ച് ഒരിടത്തിരുത്തുമ്പോൾ ദരിദ്രനോട് നീ അവിടെ നിൽക്ക എന്ന് പറയുന്നു. അടുത്ത ഭാഗം കൂടെ വായിച്ചേ. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇങ്ങനെ ഒരു കൺസിഡറേഷനാ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്തോ ഇല്ല, പ്രമാണമില്ല. അകത്തൊരു പ്രമാണമുണ്ടെങ്കിൽ ആ പ്രമാണത്തിനനുസരിച്ച് നമ്മൾ പ്രതികരിക്കുകയുള്ളൂ. ഇന്ന് നമ്മുടെ ഭവനങ്ങളിലൊക്കെ കാണുന്ന ഒരു സാധനമാണല്ലോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. എല്ലാ ഭവനങ്ങളിലില്ലെങ്കിലും കുറച്ച് ഭവനങ്ങളിൽ അതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്നതായ ആ ഡേറ്റയ്ക്കനുസരിച്ച് അത് പ്രതികരിക്കും. അകത്ത് എന്താണോ ഉള്ളത് അതിനനുസരിച്ച് അതിന്റെ പ്രതികരണം ഉണ്ടാകുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, അകത്തൊരു നല്ല പ്രമാണം ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ജഡത്തിന്റെ പ്രമാണമല്ല, ജീവനുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ പ്രമാണം അകത്തുണ്ടെങ്കിൽ അതിനനുസരിച്ചൊരു പ്രതികരണമേ ഉണ്ടാകുകയുള്ളൂ. അതിനനുസരിച്ച് മാത്രമേ നമ്മുടെ ജീവിതം ചലിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഈ നിലയിൽ വ്യത്യാസങ്ങൾ കാണിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ പ്രമാണമില്ല എന്ന് വരികയില്ലേ? ദൈവത്തിന് സ്തോത്രം. ബാക്കി ഭാഗങ്ങൾ വായിച്ചു വിട്ടാട്ടെ, 7 വരെയുള്ള വാക്യങ്ങൾ. അടുത്തല്ലോ. അപ്പൊ ശ്രദ്ധിക്കണമേ, ആ മനുഷ്യന്റെ ആ ഏതുമില്ലാത്ത അവസ്ഥയെക്കുറിച്ചാ ഓർപ്പിക്കുന്നത്. ഇനിയും നമ്മൾ തുടർന്ന് ചിന്തിക്കുന്നത്, ഈ ധനവാനെയും ദരിദ്രനെയും സൃഷ്ടിച്ചത് ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ അവരുടെ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് തോന്നി, അത് ദൈവത്തിന്റെ ഒരു പക്ഷപാതമായിട്ടല്ലേ കാണുന്നത്. ചിലരെ ധനവാനായിട്ടും ചിലരെ ദരിദ്രനായിട്ടും സൃഷ്ടിച്ചത് ദൈവമാണെന്നാ ദൈവവചനം പറയുന്നത്. എന്നാൽ അതിലും പ്രത്യാശയ്ക്കുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനത് പുറകാലെ ഓർപ്പിക്കാം. ഇവരെ സൃഷ്ടിച്ചത് ദൈവമാണെന്നുള്ളതിന്റെ തെളിവ് ഞാൻ ദൈവമക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. സദൃശ്യവാക്യം 22:2.
ധനവാനും ദരിദ്രനും തമ്മിൽ കാണുന്നു, അവരെ ഒക്കെ ഉണ്ടാക്കിയത് യഹോവ. അപ്പൊ ധനവാനെ ദരിദ്രനെ ഉണ്ടാക്കിയത് ദൈവമാ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. നമ്മൾ പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല. എന്നാൽ ധനവാനോടുള്ള ദൈവത്തിന്റെ ഇടപാടും ദരിദ്രനോടുള്ള ദൈവത്തിന്റെ ഇടപാടും ഒക്കെ വേദപുസ്തകം പറയുന്നു. ശമൂവേലിന്റെ 1-ാമത്തെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 7ഉം 8ഉം വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇത് ഇവർക്ക് ഈ ഭൂമിയിൽ ഇവരെ സൃഷ്ടിച്ച ദൈവം ഇവർക്ക് ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്ന ദൈവമാണെന്നും അത് എന്തിനെന്ന് എന്നുള്ളത് അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. 2-ാം അധ്യായം 7ഉം 8ഉം വാക്യങ്ങളിലൂടെ വായിക്കും. യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു. അപ്പൊ ധനവാനെയും ദരിദ്രനെയും സൃഷ്ടിച്ചത് ദൈവമാണ്. ദാരിദ്ര്യവും ഐശ്വര്യവും. ഹല്ലേലൂയ. എന്താ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ? കുറെ പണമുണ്ടെങ്കിൽ ഐശ്വര്യം ഉണ്ടാകത്തില്ല. നമ്മൾ സാധാരണ ചില ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ, ഭവന പ്രതിഷ്ഠാവേളകളിലോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒരു വീട് വിസിറ്റ് ചെയ്യാനായിട്ട് പോകുമ്പോൾ അവിടെ ഒക്കെ കയറി ഇറങ്ങിയിട്ട് നമ്മൾ പറയുന്ന ഒരു വിലയിരുത്തലിൽ നിന്നുണ്ടാകുന്ന ഒരു വാക്കാണ് നല്ല ഐശ്വര്യമുള്ളൊരു വീട് എന്ന് പറഞ്ഞാലോ. ഈ കേരളക്കരയിലെ പ്രശസ്തനായ ഒരു എഞ്ചിനീയർ അത് ഡിസൈൻ ചെയ്തത് കൊണ്ടല്ല, ഇന്ന് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല പെയിന്റ് കൊണ്ട് അത് പെയിന്റ് അടിച്ച് അത് മനോഹരമാക്കിയത് കൊണ്ടല്ല, അത് ഇരിക്കുന്നതായ ആ ഒരു ലൊക്കേഷന്റെ ഗുണം കൊണ്ടല്ല. ഇതെല്ലാം അതിനകത്ത് ഹല്ലേലൂയ ഘടകങ്ങളാണെങ്കിലും ഐശ്വര്യം എന്ന് പറയുന്നത് ഒരു വലിയ ദൈവാനുഗ്രഹം തന്നെയാണ്. 112-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നല്ലോ, ഐശ്വര്യം സമ്പത്തും. അപ്പൊ ഇത് രണ്ടും രണ്ടാ. സമ്പത്തുള്ളിടത്ത് ഐശ്വര്യം ഉണ്ടാകണമെന്നില്ല, ഐശ്വര്യമുള്ളിടത്ത് സമ്പത്തുണ്ടാകണമെന്നില്ല. ഇത് രണ്ടും കൂടെ ഒരു ദൈവവൈതന്റെ ജീവിതത്തിൽ, ദൈവത്തെ അനുസരിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവം കനിഞ്ഞു നൽകുന്ന വരദാനങ്ങളാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ഭവനം അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, 2 മുറിയുള്ളതോ 4 മുറിയുള്ളതോ ആണെങ്കിലും അത് ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ കടാക്ഷവും അതിന്റെ മേലുണ്ടെങ്കിൽ അതാണ് തെളിയിക്കുന്നത് അതൊരു ഐശ്വര്യമുള്ള ഭവനമായി. ദൈവത്തിന് സ്തോത്രം. വായിച്ച വാക്യത്തിലേക്ക് വരാം. ഐശ്വര്യവും ദാരിദ്ര്യവും യഹോവ നൽകുന്നു. താഴേക്ക് വായിച്ചേ. അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കണമേ, ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനത്തിലും അങ്ങനെ ഒരു ഭാഗമുണ്ടല്ലോ, ദരിദ്രനെ അവൻ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദരിദ്രനെ സൃഷ്ടിച്ചത് ദൈവമാണ്, ദാരിദ്ര്യം നൽകിയത് ദൈവമാണെങ്കിൽ അവന്റെ നിലവിളിയുടെ മുമ്പിൽ അവനെ ഉയർത്തുന്ന സ്വർഗത്തിലെ ദൈവമാണ്. ഉന്നതന്മാരോടുകൂടെ, സമൂഹത്തിലെ പ്രഭുക്കന്മാരോടുകൂടെ പന്തിഭോജനം അവസരം നൽകുന്ന, അതിന് അനുവാദം നൽകുന്ന, അവനെ ഉയർത്തി മാനിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. എത്ര താഴെ കിടന്നവനും എത്ര വളരെ ശോചനീയമായ അവസ്ഥയിലുള്ളവനെയും ഉയർത്തിക്കൊണ്ടുവന്ന് അവനെ ആ നിലകളിൽ മാനിപ്പാൻ ദൈവം വിശ്വസ്തനാ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ധനവാനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ജീവിതത്തിൽ ഒരു വിടുതലിനു വേണ്ടി ദൈവമില്ലാത്ത ഒരവസ്ഥയിൽ ജീവിക്കുന്നവൻ ഒരുമിച്ച് അയ്യം വിളിക്കുന്ന ഒരു ചിത്രം വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ധനവാനും ദരിദ്രനും ഒരുപോലെ ഒരു വിടുതലിനു വേണ്ടി നിലവിളിക്കുന്ന ഭാഗം അവിടെ ശ്രദ്ധിപ്പാൻ കഴിയുന്നു. നമുക്ക് വായിക്കാം. അപ്പൊ നോക്കണമേ, ദൈവമില്ലാത്ത, ദൈവത്തെ അറിയാത്ത, ദൈവത്തിന് വേണ്ടി ജീവിക്കാത്തവൻ ഇവിടെ ധനവാനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ഒരുപോലെ നിലവിളിക്കുകയാണ്. ഞങ്ങളുടെ മേൽ വീഴുവാൻ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖം ഞങ്ങൾക്ക് കാണരുതേ. അങ്ങനെയെങ്കിൽ ധനവാനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ആ ദൈവത്തിന്റെ കോപത്തിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. മുഖപക്ഷമില്ലാതെ ന്യായം വിധിക്കുന്ന ഒരു ദൈവത്തെ സേവിപ്പാനാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തതെങ്കിലോ ധനവാന് തന്റെ ധനം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയത്തില്ല.
ദരിദ്രന് തന്റെ ദാരിദ്ര്യം, തന്റെ ഇല്ലായ്മ പറഞ്ഞും രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഇവർ രണ്ടു കൂട്ടരും ഒരുപോലെ നിലവിളിക്കുകയാണ്, കർത്താവേ, അല്ലെ ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ വിടുവിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ അല്ലെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ധനവാന്റെയും ദരിദ്രന്റെയും ഒരു സംഭവകഥ, ഒരു ചരിത്രം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ധനവാൻ ഈ ഭൂമിയിൽ ജീവിക്കാവുന്നതിൽ ഏറ്റവും ഉത്തമമായ അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായ ഒരു ജീവിതം നയിച്ചു മുന്നോട്ട് പോയി. എന്നാൽ ദരിദ്രനായി കിടന്ന മനുഷ്യനോ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും വേദനകൾ കൊണ്ട് തന്റെ മുറിവുകൾക്ക് ആശ്വാസം ലഭിക്കുവാൻ നായ്ക്കൾ വ്രണങ്ങൾ നക്കി ആ നിലയിൽ ആശ്വാസം പ്രാപിച്ച് ഏതുമില്ലാത്തവനായി, ആരും പരിഗണിക്കപ്പെടാത്തവനായി ജീവിച്ചു. എന്നാൽ ജീവിത കാലയളവിൽ ഹല്ലേലൂയ ധനവാൻ ദൈവത്തെ അറിയാത്തവനായി ജീവിച്ചപ്പോൾ ഹല്ലേലൂയ ആ ദരിദ്രനായി ലാസർ ദൈവത്തെ അറിഞ്ഞവനായി ജീവിപ്പാനിടയായി. എന്നാൽ ജീവിതം ഇവിടം കൊണ്ട് മാത്രം തീരുന്നതല്ല, ഇതിനപ്പുറത്തൊന്നുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുമ്പോൾ ദൈവത്തെ അറിയാത്തവൻ ഈ ലോകത്തിന്റെ ഉന്നതിയിൽ നിന്ന് താഴേക്ക് നിവദിച്ചപ്പോൾ, അല്ലെ ദൈവത്തെ അറിഞ്ഞവൻ ഈ ലോകത്തിന്റെ ദാരിദ്ര്യ അവസ്ഥയിൽ നിന്ന് അവൻ ഉന്നതിയിലേക്ക്, അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് ഉയർത്തപ്പെട്ടെങ്കിൽ, ദൈവമക്കളെ, മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്ന ഒരു ദൈവം, മനുഷ്യന്റെ പ്രവർത്തിക്കനുസരിച്ച് അവനെ മാനിക്കുന്ന ദൈവമുണ്ടെന്നുള്ളത് മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം കൂടെ വായിച്ച് എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 34 അധ്യായം അതിന്റെ 19 20 വാക്യങ്ങളിലൂടെ നമുക്ക് അവസാനമായി വായിക്കാം. 34 അധ്യായം അതിന്റെ 19 20 വാക്യങ്ങൾ. അവൻ പ്രഭുക്കന്മാരുടെ പക്ഷം വായിച്ചേ, അല്ലെ, പ്രഭുക്കന്മാരുടെ പക്ഷം എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രഭുക്കന്മാരുടെ സൈഡ് ദൈവം നിൽക്കുന്നില്ല. പ്രഭുക്കന്മാർക്ക് വേണ്ടി പ്രത്യേകിച്ച ഒരു പരിഗണന ഒന്നും ദൈവം എന്ത് ചെയ്യുന്നില്ല. അടുത്ത വാക്യം, ദരിദ്രനേക്കാൾ ധനവാനെ ദൈവം എന്ത് ചെയ്യുന്നില്ല. ഹല്ലേലൂയ. എന്നാ ഒന്ന് ആദരിച്ചേക്കാം എന്ന നിലയിൽ ദൈവത്തിനൊരു പരിഗണന ഇല്ല. കാരണം ഇതെല്ലാം നൽകുന്ന ദൈവമാണ്. ഇതിന്റെയൊക്കെ ആകത്തുക ദൈവത്തിനറിയാം. ഇത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ദൈവത്തിനറിയാം. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, അവന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തുമുണ്ട്. അല്ലെ, ഫിലിപ്പിയർ 4:19 ഇങ്ങനെ പറയുന്നു, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. തൃക്കൈ തുറക്കുമ്പോൾ ഹല്ലേലൂയ അവരത് തൃപ്തിപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. തൃക്കൈ കൊണ്ട് നൽകുന്നതിനെ അവർ പറക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ കരം തുറന്നെങ്കിലേ എന്തെങ്കിലും പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ. അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയുകയില്ല, അവൻ തുറന്നാൽ ആർക്കും അടക്കാൻ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ ദൈവം ആദരിക്കുന്നില്ല. ആരെ ആദരിക്കുന്നില്ല? ഹല്ലേലൂയ. ധനവാനെ ദരിദ്രനേക്കാൾ കൂടുതൽ ആദരിക്കുന്നില്ല. അടുത്ത ഭാഗം, അടുത്തത്. ഹല്ലേലൂയ. ധനവാനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ദൈവത്തിന്റെ സമയം തീർന്നാൽ അവർ രണ്ടുപേരും മരണപ്പെടുന്നു. അർദ്ധരാത്രിയിൽ ദൈവം വെച്ച സമയത്ത് അവർ രണ്ടുപേരും മരണപ്പെടുന്നു. രണ്ടുപേരും ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെടുന്നു. അടുത്ത ഭാഗം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. അടുത്ത വാക്യം, കൈ തൊടാതെ ബലശാലികൾ നീങ്ങിപ്പോകുന്നു. മതി, ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുക. കൈ തൊടാതെ ബലശാലികൾ നീങ്ങിപ്പോകുന്നു. നെബൂഖദ്നേസറാണെങ്കിലും ഹേരോദാവാണെങ്കിലും അത് ഫറവോനാണെങ്കിലും ഹല്ലേലൂയ കൈ തൊടാതെ ബലശാലികൾ നീങ്ങിപ്പോകുക. ദൈവത്തിനെതിരെ ഒരു ദൂഷണവിധി ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മേലെല്ലാം ദൈവകോപം വെളിപ്പെടും. ആകയാൽ ദൈവമക്കളെ, സാമാന്യ ജനവും ശ്രേഷ്ഠജനവും ധനവാന്മാരും ദരിദ്രന്മാരും അറിയേണ്ടതൊന്നുണ്ട്. ജീവിതത്തിൽ സ്ഥായിയായി നിൽക്കുന്നതൊന്നുമില്ല. നമുക്കുള്ളതായ നന്മയുടെ ആ വലിപ്പം കൊണ്ടോ നമുക്കുള്ളതായ പ്രാപ്തി കൊണ്ടോ എന്തെങ്കിലും നേടാൻ പറ്റുകയില്ല. അല്ലെ, സഹോദരൻ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കുവാനോ ആ ദൈവത്തിന് അവന്റെ വീണ്ടെടുപ്പ് വില കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല. സ്വന്തം സഹോദരനെ രക്ഷിക്കാൻ മനുഷ്യന്റേതായ കഴിവുകൊണ്ട് അല്ലെങ്കിൽ സാധിക്കാത്ത ഒരു കഴിവുകെട്ട ജീവിതമാണ് മനുഷ്യനുള്ളതെങ്കിൽ പ്രിയരെ, ഹല്ലേലൂയ, സാധാരണ മരണവേദികളിൽ നമ്മൾ പറയുന്നില്ലെങ്കിലും ഇതര ക്രൈസ്തവ സഭകൾ പറയുന്ന
ഒരു ഭാഗമുണ്ട്. ഇതാകുന്നു നിന്റെ അവസാനമെങ്കിൽ. ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഇതാകുന്നു നിന്റെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തന്റെ സൗന്ദര്യത്തിൽ പുകഴുന്നത് എന്തിന്? ഹല്ലേലൂയ. എത്ര സൗന്ദര്യമുണ്ടെങ്കിലും എത്ര പണമുണ്ടെങ്കിലും ഒരുപക്ഷെ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ ആയുസ്സിനെ, നിമിഷങ്ങളെ അല്പം കൂടെ നീട്ടാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ മരണപ്പെട്ടുപോയി ശ്വാസം അറ്റുപോയ മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുത്തുവാൻ ഇന്നത്തെ ഒരു ശാസ്ത്രത്തിനും ഒരു മരുന്നിനും ഒരു കഴിവുകൾക്കും സാധ്യമല്ലാതിരിക്കുമ്പോൾ ദൈവമക്കളെ, നിൽക്കുന്നു തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. സ്വാഭാവിക കൊമ്പുകളെ അവൻ ആദരിക്കാതെ പോയെങ്കിൽ നമ്മയും ആദരിക്കാതെ വന്നേക്കും. അതുകൊണ്ട് ഞെളിയാതെ ഭയപ്പെട്ടുകൊണ്ട് ദൈവം നമുക്ക് തന്നതെല്ലാം ദൈവത്തിന്റെ ദാനമാണെന്നും അത് ദൈവനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി ആവോളം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ആയുസ് 4 വിരൽ നീളമാണ്. അത് വേഗം തീരും. നമ്മൾ പറന്നു പോവുകയും ചെയ്യും. ആകയാൽ ക്ഷണികമായി ഈ ആയുസ്സിൽ കർത്താവിനെ കാണാൻ ഇടയായതാണ് ഏറ്റവും വലിയ ഭാഗ്യം. കർത്താവിന് വേണ്ടി ഹൃദയം തുറക്കാൻ ഇടയായതാ അതിൽ വലിയ ഭാഗ്യം. ദൈവത്തിന് സ്തോത്രം. അതോടൊപ്പം തന്നെ കർത്താവ് വരുമെന്നും കർത്താവ് വന്നാൽ പോകാൻ കഴിയുമെന്നും ആ ഒരു ചിന്തയോടുകൂടെ അതിനനുസരിച്ച് ലോകത്താലുള്ള കളങ്കം പറ്റാതെ ഒരു ജീവിതം കഴിച്ച് പ്രവാസകാലം ഭയത്തോടെ കഴിപ്പാൻ ഇടയാകുന്നതാണ് ഏറ്റവും അഭികാമ്യമായ കാര്യം. ആകയാൽ ആ നിലയിലുള്ളതായ ഒരു നല്ല ജീവിതം കഴിച്ച് മുന്നോട്ട് പോകാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണക്കാം, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വിശ്വസ്ത ദൈവമേ, പരിശുദ്ധ പിതാവേ, പാരപീഠത്തിലായിരിക്കാൻ അവിടുന്ന് കൃപ ചെയ്തു. കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതുമില്ലാത്ത അവസ്ഥയെക്കുറിച്ച്, മനുഷ്യന്റെ ക്ഷണികമായ അനുഭവങ്ങളെക്കുറിച്ച് ഹല്ലേലൂയ കേൾക്കുവാനിടയായല്ലോ. എങ്കിലും ഞങ്ങളെ വീണ്ടെടുക്കുവാൻ, ഞങ്ങളെ രക്ഷിക്കുവാൻ, അവിടുത്തെ മക്കളാക്കി തീർക്കുവാൻ അങ്ങേക്ക് പ്രസാദം തോന്നിയല്ലോ. ഒരു കണ്ണിനും ദയ തോന്നാതിരുന്ന സ്ഥാനത്ത് ഞങ്ങളിലേക്ക് കർത്താവേ ഹല്ലേലൂയ പകരപ്പെട്ട ദൈവസ്നേഹത്തിനായി, ഞങ്ങളെ തേടി വന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ വിടുവിച്ചുവല്ലോ, അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചുവല്ലോ, അവിടുത്തെ മക്കളായി തീരുവാനുള്ള പദവി തന്നു. ആ പദവിയിൽ അന്ത്യം വരെയും നിലനിൽക്കുവാൻ തക്കവണ്ണം ദൈവവചനത്തിന്റെ പത്യോപദേശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനാനുസരണം ഒരു ജീവിതം നയിപ്പാൻ പിന്നെയും സഹായിക്കണമേ. ഒരുമിച്ച് നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി നന്ദി. തുടർന്നുള്ള നിമിഷങ്ങളിൽ ഞങ്ങളെ സഹായിച്ചാട്ടെ. എല്ലാ മഹത്വവും അവിടുന്ന് എടുക്കണമേ. യേശു മൂലം പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗസ്ഥ പിതാവേ, കരവും ശബ്ദം ഉയർത്തി കർത്താവിനെ നമുക്കൊന്ന് ഉറക്കെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസ്തതയും ദയയും വന്നു ചേരും നീതാവേഗത്തിൽ. വിശ്വസ്തതയും ദയയും വന്നു വേഗത്തിൽ. കാൽവരി നായകനേ, കാൽവരി നായകനേ, എങ്ങനെ ഞാൻ വർണ്ണിക്കാതിരിക്കും? നൃത്തം ചെയ്യാതെ ഞാൻ എങ്ങനെ നിൽക്കും? എങ്ങനെ ഞാൻ വർണ്ണിക്കാതിരിക്കും? നൃത്തം ചെയ്യാതെ ഞാൻ എങ്ങനെ നിൽക്കും? ഏഴയാമെന്നെ ഒഴിയിൽ താഴുവ യാഹല്ലാരുമേ ഇല്ല ഇല്ല. ഏഴയാമെന്നെ ഒഴിയിൽ താങ്ങുവാൻ യാഹല്ലാരുമേ ഇല്ല ഇല്ല. കുഞ്ഞാട്ടിൻ തിരുനീളത്താ വീണ്ടെടുത്തു എന്നെ. കുഞ്ഞാട്ടിൻ തിരുനീളത്താ വീണ്ടെടുത്തു എന്നെ. താങ്ങുന്നു ഭുജബലത്താ, താങ്ങുന്നു ഭുജബലത്താ. എങ്ങനെ ഞാൻ വർണ്ണിക്കാതിരിക്കും? നൃത്തം ചെയ്യാതെ ഞാൻ എങ്ങനെ നിൽക്കും? എങ്ങനെ ഞാൻ വർണ്ണിക്കാതിരിക്കും? നൃത്തം ചെയ്യാതെ ഞാൻ എങ്ങനെ നിൽക്കും? ഏഴയാമെന്നെ
ഇല്ല. മനസ്സു തകർന്നിടുമ്പോ, ഹൃദയം നുറുങ്ങിടുമ്പോ, മനസ്സു തകർന്നിടുമ്പോ, ഹൃദയം നുറുങ്ങിടുമ്പോ, താങ്ങുന്നു ഭുജബലത്താ, താങ്ങുന്നു ഭുജബലത്താ. എങ്ങനെ ഞാൻ വർണ്ണിക്കാതിരിക്കും, നൃത്തം ചെയ്യാതെ ഞാൻ എങ്ങനെ നിൽക്കും, എങ്ങനെ ഞാൻ വർണ്ണിക്കാതിരിക്കും, നൃത്തം ചെയ്യാതെ ഞാൻ എങ്ങനെ നിൽക്കും. എഴയാമെന്നെ ഒഴിയിൽ താങ്ങുവാൻ യാഹല്ലാതാരുമേ ഇല്ല ഇല്ല. എഴയാമെന്നെ ഒഴിയിൽ താങ്ങുവാൻ യാഹല്ലാതാരുമേ ഇല്ല ഇല്ല. എഴയാമെന്നെ ഒഴിയിൽ താങ്ങുവാൻ യാഹല്ലാതാരുമേ ഇല്ല ഇല്ല.